ഋഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് DGP തന്നെയാണ്. DGP അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ സ്പർജൻ കുമാർ, തോമസൺ തുടങ്ങിയവരും ഈ സംഘാംഗങ്ങളായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ക്രമസമാധാന ചുമതലയിൽ ADGP നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുക എന്നത് DGPക്ക് സ്വീകാര്യമായ ഒന്നായിരുന്നു. ഈ വിഷയത്തിൽ DGPയും ADGPയും തമ്മിൽ ഉള്ള അസാരസ്യം ഈ അന്വേഷണത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തത് പ്രതിപക്ഷത്തിൻ്റെതാണ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറാതെ ഇരിക്കുന്ന ADGPക്കെതിരെയാണ് നിലവിൽ DGPയും ഒരു ഉന്നതതല സംഘവും അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിൻ്റെ ഗതി എന്തായിരിക്കും ഋഷിപാൽ? അരുൺകുമാർ, ഒന്ന് PV അൻവർ MLA ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കീഴിൽ ഈ അന്വേഷണം നടത്തുന്നത്. ADGP MR അജിത് കുമാറിനും ഒപ്പം പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരെയും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇവർ അന്വേഷിക്കേണ്ടത്. പക്ഷേ അന്വേഷിക്കുമ്പോൾ തങ്ങളുടെ മേലധികാരിക്കെതിരെയാണ് ഈ അന്വേഷണം തങ്ങൾ നടത്തുന്നത് എന്ന ബോധ്യം അവരിലുണ്ടാകും. അത് അവരെ വല്ലാതെ പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അന്വേഷണം അത്ര എളുപ്പത്തിൽ പൂർത്തിയാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് സ്വാഭാവികമായി അത് വലിയ വിമർശനത്തിന് കാരണമാകും. പോലീസ് സേനയിൽ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് മേധാവി ഈ കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ADGPയെ മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണം അത് അത്ര നല്ലതല്ല, അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്ത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനത്തിനെത്തിയപ്പോൾ ധരിപ്പിച്ചിരുന്നു DGP. പക്ഷേ വൈകിട്ടോടെ, രാവിലെയൊക്കെ കൃത്യമായി ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തും എന്ന വിവരങ്ങളായിരുന്നു പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തു വന്നത്. പക്ഷേ പിന്നീട് വളരെ പെട്ടെന്ന് ഏതാണ്ട് വൈകിട്ടോടെയാണ് തീരുമാനങ്ങൾ മാറി പറഞ്ഞത്. ക്രമസമാധാന ചുമതലയിൽ തന്നെ ADGP തുടരുകയും അവിടെ അന്വേഷണം അതേ വിഭാഗത്തിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അന്വേഷണത്തിന് നേതൃത്വം നൽകും എന്ന തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തു. ഏതായാലും 30 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകേണ്ടി വരും. ഇനി PV അൻവർ MLA ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. മാത്രവുമല്ല, പ്രതിപക്ഷം ഇത് വീണ്ടും ആയുധമാക്കി സർക്കാരിനെതിരെ വലിയ പോർമുഖം തുറക്കുകയും ചെയ്യും. റൈറ്റ്. റോഷിപാലിൻ്റെ ഒരു സംശയം, ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ഒന്ന് നമ്മളുടെ ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലാണ്, DGPയുടെ നേതൃത്വത്തിലാണ് സ്പർജൻ കുമാറുണ്ട്, തോംസൺ ഉണ്ട്, ഒപ്പം ക്രൈംബ്രാഞ്ച് SP ആയ മധുസൂദനുണ്ട്, തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ച് SP ഷാനവാസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അടങ്ങുന്നൊരു സംഘമാണ്. പൊതുവേ നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ ADGPയുടെ താഴെ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ കൂടി ഈ അന്വേഷണ സംഘത്തിൽപ്പെടുമ്പോൾ അന്വേഷണത്തിൻ്റെ ഗതികൾ ഈ ADGPയുമായി അടുത്ത് ബന്ധമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കാനുള്ള സാധ്യത ഉണ്ടാകുമല്ലോ. അതെങ്ങനെയാണ് ഇനി അത് പരിഹരിക്കാൻ പോകുന്നത്? മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ മധുസൂദനാണെങ്കിലും ശരി, സ്പർജൻ കുമാർ ആണെങ്കിലും ശരി, തോമസൺ ആണെങ്കിലും ശരി, ഇവരുമൊക്കെയായി ADGPക്ക് അടുത്ത ബന്ധമാണോ ഉള്ളത്? എന്താണ് റോഷിപാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പോലീസിലെ ഏറ്റവും ശക്തമായ ഒരു പദവി തന്നെയാണ് ADGP ക്രമസമാധാന ചുമതല. മാത്രവുമല്ല, ഈ ചുമതലയിലേക്ക് ADGP MR അജിത് കുമാർ വന്നപ്പോൾ അത് കൃത്യമായി പോലീസ് മേധാവിക്ക് തുല്യമായ രീതിയിൽ തന്നെയാണ് ആ പദവി അദ്ദേഹം വഹിച്ചതും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതുമാണ്. അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നയാൾ സ്വാഭാവികമായും ക്രമസമാധാന ചുമതലയുള്ള തങ്ങളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായുള്ള അടുപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ DIG തോംസൺ ആയാലും അതിൽ ഓരോ മധുസൂദൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഷാനവാസിനെ മാറ്റി നിർത്തിയാൽ ഇവർക്കൊക്കെ ഈ MR അജിത് കുമാറിനെതിരെയുള്ള PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുക അത്ര എളുപ്പമാകില്ല. മാത്രമല്ല, ഇതിനകത്ത് തന്നെ വിവരങ്ങൾ ഈ ആരോപണ വിധേയർക്ക് ചോർന്നു പോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘത്തിന് നീക്കങ്ങളടക്കം ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ അന്വേഷണം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഈ എതിർക്കുന്നവർ, ഈ അന്വേഷണ സംഘത്തെ എതിർക്കുന്നവർ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി റോഷിയിൽ നിന്ന് അറിയാനുണ്ട്. നമുക്ക് ആ ശ്രീജിത്തിലേക്ക് കൂടി പോയി വരാം. ആ ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്.